ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫായി മുൻ പ്രതിരോധ ആഭ്യന്തരമന്ത്രിയും വൈറ്റൻ സൈനിക ഉദ്യോഗസ്ഥനുമായ അഹമ്മദ് വാഹിദിയെ ഇറാൻ നിയമിച്ചു. 6 മാസം ഇടക്കാല മേധാവിയായി സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനം. ഇറാനും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത സേനയും തമ്മിലുള്ള സായുധ പോരാട്ടങ്ങൾ തുടരുന്നതിനിടെയാണ് നിയമനം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയയ്ക്കൊപ്പം ഉന്നത നേതൃനിരയിലെ 40 പേരെയാണ് ഇറാന് നഷ്ടമായത്. ഖമനിയുടെ മരുമകൻ, കൊച്ചുമകൻ എന്നിവരും വ്യോമാക്രമണത്തിൽ മരിച്ചു. സായുധ സേനാ മേധാവി അബ്ദുൾ റഹീം മൗസവി അടക്കം 40 ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ഖമനിയുടെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഖമനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇറാന്റെ പുതിയ നേതാവിനെ 88 പുരോഹിതന്മാർ അടങ്ങുന്ന അസംബ്ലീസ് ഓഫ് ലീഡർഷിപ്പ് തെരഞ്ഞെടുക്കും. പിൻഗാമിയായി ഖമനിയുടെ രണ്ടാമത്തെ മകൻ മുജ്തബ ഹുസൈനിയെ തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന. അതേസമയം ഇറാന്റെ മിസൈൽ വിതരണ കേന്ദ്രങ്ങൾ, സൈനിക കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമാക്കി ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ആക്രമണം തുടരുകയാണ്. ഇറാൻ ജനതയ്ക്ക് അവരുടെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള വലിയ അവസരമാണിതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കുള്ള ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം ശക്തമാക്കിയതോടെ മേഖലയിൽ ആശങ്ക വർദ്ധിച്ചു. സുരക്ഷാ സാഹചര്യത്തെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള 71 വിമാനങ്ങൾ റദ്ദാക്കിയതായാണ് വിവരം. IRGCക്ക് പുതിയ നേതൃത്വം ലഭിച്ചിരിക്കുമ്പോൾ ഇറാനിലെ പരമോന്നത നേതൃനിരയിലേക്ക് സംഭവിച്ച നഷ്ടവും തുടർച്ചയായ സംയുക്ത ആക്രമണങ്ങളും പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഗൾഫ് മേഖലയിലേക്കുള്ള യാത്രകളും വ്യാപാര പ്രവർത്തനങ്ങളും ഇതിനകം തന്നെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്.